ഇന്ന് ഞാനൊരു അവിയലിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ എടുത്തു വെച്ചേക്കുന്ന വെജിറ്റബിൾസ് ചേന എടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, അതുപോലെ തന്നെ പയർ, മുരിങ്ങാക്കോല്, കുമ്പളങ്ങ, വെള്ളരിക്ക, ഏത്തക്കായ, ഇത്രയും പച്ചക്കറികളാണ് എടുത്തേക്കുന്നത്. അതെല്ലാം ഇതുപോലെ നീളത്തിലുള്ള പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഒരു 1.25 കപ്പ് തേങ്ങ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചെറിയ ഉള്ളി, പച്ചമുളക്, പിന്നെ തൈര്, കറിവേപ്പില, ജീരകം. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും വേണം, വെളിച്ചെണ്ണയും വേണം. ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കിനി അവിയൽ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിപ്പോൾ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് ഞാനൊരു ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി ഇടുന്നത് നിങ്ങൾക്ക് ചെറിയൊരു റെഡ് കളർ കിട്ടണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇടണമെന്നില്ല കേട്ടോ, അത് ഓപ്ഷണലാണ്. കുറച്ച് ഉപ്പും, ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ എണ്ണയിൽ കിടന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് എല്ലാ ഭാഗത്തേക്കും എണ്ണ ആവാൻ പാകത്തിനൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വെള്ളരിക്കയും അതുപോലെ കുമ്പളങ്ങയൊക്കെ ചേർത്തുകൊണ്ട് കുറച്ച് വെള്ളം നമുക്ക് ഈ പച്ചക്കറികളിൽ നിന്ന് തന്നെ ഇറങ്ങി വരും. അപ്പോൾ ഒരുപാട് വെള്ളം നിങ്ങൾ ഒഴിക്കണ്ട. അപ്പോൾ അടി പിടിക്കാത്ത നോൺ സ്റ്റിക്കൊക്കെ ആണെങ്കിൽ വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്ക് പച്ചക്കറികളൊക്കെ വേവിച്ചെടുക്കാൻ പറ്റും. ചട്ടിയിലൊക്കെ വെക്കുന്നെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പോൾ എനിക്കിപ്പോൾ ഈ ചീനച്ചട്ടിയിലായാലും അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ചെറിയ തീയിൽ നമ്മൾ അടച്ചു വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിനി നന്നായിട്ട് ഒരു 2-3 മിനിറ്റെങ്കിലും ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാൻ ഈ പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വയ്ക്കുകയാണ്. അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ അടി പിടിക്കുന്ന ഒരു പേടിയുണ്ടെങ്കിലോ വേണമെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം കൂടെ കഴിഞ്ഞതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കിയിടുമ്പോൾ അടി പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം നമ്മൾ ഈ പടവലങ്ങയും കുമ്പളങ്ങയൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അത്യാവശ്യം വെള്ളം നമുക്ക് ഈ വെജിറ്റബിൾസിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ പച്ചക്കറികൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അവിയലിനേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 ചെറിയ ഉള്ളി, ഇതും അതുപോലെ തന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്തിട്ട് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഒരു 1.25 കപ്പ് തേങ്ങയുണ്ട്. ആ തേങ്ങയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കാവേ ഉള്ളൂ. കാരണം നമ്മുടെ അവിയലിൻ്റെ തേങ്ങ അരപ്പ് നന്നായിട്ട് അരഞ്ഞു പോകാൻ പാടില്ല. ജസ്റ്റ് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരുപാട് തേങ്ങ അരഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഇതൊന്ന് ചതച്ചെടുത്തിട്ട് പിന്നെ അതിനകത്തേക്ക് തേങ്ങയും കൂടി ഇടുന്നത്. അപ്പോൾ ഞാനിതൊന്ന് ചതച്ചിട്ട് കൊണ്ടുവരാം. നമുക്ക് ഇടയ്ക്ക് ഇതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അടി പിടിക്കുന്ന പോലെ എല്ലാം തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വെള്ളമൊഴിച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഈ പച്ചക്കറിയുടെ വെള്ളത്തിൽ നിന്ന് തന്നെ വേവുമ്പോഴാണ് നമുക്ക് നല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ എനിക്കിപ്പോൾ അത് അടി പിടിക്കുന്നൊന്നുമില്ല, ഞാനതുകൊണ്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഒന്നും കൂടെ അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ ഉള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ചതച്ചെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്നും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് അരഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. അവിയലിൻ്റെ അരപ്പ് നമുക്ക് ഒരുപാട് അരഞ്ഞ് പോകാൻ പാടില്ല. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. ഞാനിപ്പോൾ അവിയലിൽ ഉരുളക്കിഴങ്ങ് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇടുമ്പോൾ എങ്ങാനും ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് പോയാൽ നമ്മുടെ കറിക്ക് മൊത്തം ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. എല്ലാ വെജിറ്റബിൾസിനും ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ഇടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഉരുളക്കിഴങ്ങ് അല്ലാതെ ബാക്കി എല്ലാ വെജിറ്റബിൾസും ഒന്ന് ഒരു ഹാഫ് കുക്കഡ് ആയതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങ് അധികം വെന്തുടഞ്ഞ് പോവുകയില്ല, ടേസ്റ്റ് ഒരുപാട് മുന്നിട്ട് നിൽക്കുകയില്ല. അങ്ങനെയൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഉരുളക്കിഴങ്ങ് യൂസ് ചെയ്തിട്ടില്ല. ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, അധികം അടിയിലൊന്നും പിടിക്കില്ല. അതുപോലെ തന്നെ ചട്ടിയൊക്കെ ആണെങ്കിലാണ് ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ഞാൻ ഈ സമയത്ത് ഇതിനകത്തേക്ക്
തൈര് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന 1 കപ്പ് തൈര്. ഇപ്പോൾ 1 കപ്പ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഒഴിച്ച് നോക്കിയിട്ട് കറക്റ്റ് അതിൻ്റെ ഒരു അളവ് പറയാം. കാരണം പുളിയുടെ അളവ് അനുസരിച്ചിട്ട് നമുക്ക് മാറ്റം വരും. അപ്പോൾ ചിലവർ തൈരിന് പകരം മാങ്ങ യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ പുളി യൂസ് ചെയ്യാറുണ്ട്. അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് യൂസ് ചെയ്യാം. ഞാൻ ഈ തൈര് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇളക്കുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം വെജിറ്റബിൾസ് എല്ലാം വെന്തതാണ്. അപ്പോൾ ഇനി ഉടഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി തൈരിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത ഈ കഷ്ണങ്ങൾക്കൊക്കെ നന്നായിട്ടൊന്ന് പുളി പിടിക്കണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനൊന്ന് കുറച്ച് തീ ഒന്ന് കൂട്ടിയിടാണ്. തൈര് നന്നായിട്ടൊന്ന് വറ്റി കിട്ടണം നമുക്ക്. തൈര് ഒഴിച്ചു കൊടുത്ത് കുറച്ച് നേരമായി. ഇപ്പോൾ കുറച്ച് തൈരൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. അതായത് വെജിറ്റബിൾസിലൊക്കെ നന്നായിട്ട് തൈരൊന്ന് കോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ്, അത് തേങ്ങയും ഉള്ളിയും ജീരകവും പച്ചമുളകും കൂടിയുള്ള അരപ്പ്, ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് അരഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. ഇനി അങ്ങനെ അരഞ്ഞു പോകുന്ന പേടിയുള്ളവർക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ഉള്ളിയും പച്ചമുളകും ഈ ജീരകവും മാത്രം ഒന്ന് ചതച്ചെടുത്തിട്ട് തേങ്ങയിലേക്ക് ഇട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. അങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ തേങ്ങയുടെ കൂട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ കൂട്ട് നമ്മുടെ പച്ചക്കറികളുടെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം, തേങ്ങയ്ക്കുള്ള ഉപ്പും കൂടെ. ഇനി ഇതൊന്ന് ആവി കയറട്ടെ. ചെറിയ തീയിൽ തന്നെ ഇടാം കേട്ടോ. അപ്പോൾ ഒന്ന് ആവി കയറണവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ ശ്രദ്ധിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം, കാരണം വെജിറ്റബിൾസ് ഒന്നും ഉടയാതെ ഇരിക്കാനായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ തേങ്ങയൊക്കെ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒട്ടും അരഞ്ഞു പോവാണ്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇതുപോലെ തുറന്ന് തന്നെ വെച്ചേക്കുക. ഇപ്പോൾ കുറച്ച് കുഴഞ്ഞ ഒരു അവിയല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പരുവത്തിലെടുക്കാം. ഒന്നും കൂടെ ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നമുക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട്, ഞാനൊന്ന് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. കാരണം നമ്മൾ തേങ്ങയിൽ കുറച്ച് ഉപ്പ് ഇട്ടിരുന്നുള്ളൂ. ഇനി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് പച്ച വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കറിവേപ്പിലയും. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ അവിയലിന് മെയിനായിട്ട് നമുക്ക് ഓയിലൊന്നും ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് സർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് നോക്കാം. നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തൈരിന് പകരമായിട്ട് മാങ്ങയോ അല്ലെങ്കിൽ പുളിയൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ മാങ്ങയൊക്കെ ഇടുമ്പോൾ അതിൻ്റെ പുളി നോക്കിയിട്ട് 1-2 കഷ്ണം ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ കഷ്ണങ്ങൾ വെന്തതിന് ശേഷം അരപ്പിടുമ്പോഴും അതുപോലെ തന്നെ തൈരൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാണ്ടിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ അവസാനം നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നാലാണ് നമുക്ക് കറക്റ്റ് ആ ഒരു അവിയലിൻ്റെയൊക്കെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻസുകളൊക്കെ അറിയിക്കുക. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്